ഈ യശോദക്ക് വേറൊരു മുഖം കൂടിയുണ്ട്, അതവൾക്കറിയില്ല. അവൾ ഈ കുഞ്ഞിനെ പ്രസവിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കൊന്ന് കാണണം. അമ്മേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ, ഇനി നിനക്കെന്താണ് പറയാനുള്ളത്? ഏട്ടത്തി ഇപ്പൊ ഗർഭിണിയല്ലേ, എന്തൊക്കെയോ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ സമയത്ത് കൂടെ കണ്ട അമ്മ അബോട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ അത് ഏട്ടത്തിന്റെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കില്ലേ? അമ്മയ്ക്കിത് അറിയാവുന്ന കാര്യമല്ലേ? ഏതോ ഒരുത്തി എന്റെ വീട്ടിൽ വലിഞ്ഞേറി നിൽക്കണേന് ഞാനെന്തിനാണ് അവളുടെ കാര്യം നോക്കണത്? ഏതോ ഒരുത്തിയാ? ഞാൻ ഏട്ടത്തിയുടെ കാര്യം പറയണേ. ഞാനും അവളുടെ കാര്യം തന്നെ പറഞ്ഞത്. അമ്മ എന്തൊക്കെയാ പറയണേ? ഇങ്ങേരുടെ കാര്യമാണ് അമ്മ എനിക്ക് മനസ്സിലാവാത്തത്. സ്വന്തം അമ്മയെ അവരെന്തൊക്കെയോ പറഞ്ഞിട്ട് അമ്മ വിഷമിച്ചിരിക്കുമ്പോ ഇങ്ങനെ അവരെ വക്കാലത്തും കൊണ്ട് വന്നിരിക്കും. അവളിവനെ പൊന്നാങ്ങളെ പോലെയല്ലേ നോക്കിയത്, ഇവൻ അതിന്റെ നന്ദി കാണിക്കണതായിരിക്കും. അങ്ങനെ തന്നെ കൂട്ടിക്കോ, നന്ദി കാണിക്കുന്ന സമയത്ത് നന്ദി കാണിച്ചിരിക്കും. എന്തായാലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാതൊക്കെ ഞാൻ ചെയ്തിരിക്കും. അമ്മ, ഇത് അമ്മയുടെ മോൻ തന്നെയാണോ? അമ്മ ഇവളൊക്കെ കൂടെ കൂടുന്ന കാണുമ്പോ വിഷമം. വിഷമിക്കടാ, നീ കുറച്ച് വിഷമിക്ക്. സാരമില്ല, നീ അവളെയും കൂട്ടുവിളിച്ച് വിഷമിക്ക്. ഇപ്പൊ അമ്മ സത്യം മനസ്സിലാക്കിയപ്പോ അമ്മ എന്റെ കൂടെ നിൽക്കുന്നു. ഇപ്പൊ അവള് പറഞ്ഞ് നടക്കാഞ്ഞിട്ടേ അവള് മുറിയിലടച്ചിരുന്നിട്ട് ഇവനെ പറഞ്ഞിട്ടേക്ക അമ്മയെ പാട്ടിലാക്കാൻ. നിങ്ങളുടെയൊക്കെ സംസാരം കേട്ടിട്ടേ കഷ്ടം തോന്നുന്നു. എടാ, ആ കുഞ്ഞിന്റെ കാര്യം ചൊല്ലി ഇവിടെ പ്രശ്നം ഉണ്ടായി. ആ കുഞ്ഞിന് വേണ്ടാന്ന് നോക്കാനല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇതൊക്കെ നിങ്ങളുടെ വെറും സംശയമല്ലേ? എനിക്കൊരു സംശയവും ഇല്ല, എനിക്ക് നല്ല ഉറപ്പാണ്. നിന്റെ സംസാരം കേട്ട് കഴിഞ്ഞാൽ തോന്നും എന്നെക്കാട്ടി ഉറപ്പ് നിനക്കാണെന്നല്ല. ഒരുമാതിരി വൃത്തിയായിട്ട വർത്തമാനം പറയരുത് കേട്ടാ. നീ നിന്റെ ഏട്ടത്തിക്ക് സപ്പോർട്ടല്ലേ, പോയി ചെയ്തോ. പിന്നെ ഇത് നീയല്ല, ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞാൽ പോലും അവൾ ഈ കുഞ്ഞിനെ പ്രസവിക്കില്ല. അമ്മ ഇവരോട് നിക്കല്ലേ, ഇവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്ക്. നീ നിന്റെ കാര്യം നോക്കി പോടാ. എന്നെ വെല്ലുവിളിച്ച് സമാധാനത്തോടെ അവൾ ഈ കുടുംബത്തിൽ നിൽക്കണത് എനിക്കൊന്ന് കാണണം. അത് കഴിഞ്ഞിട്ടല്ലേ പ്രസവം. ഇതൊന്നും നടക്കില്ല പ്രകാശ. പിന്നെ നിനക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, അവള് സമാധാനമായിട്ടേ പോയി പറഞ്ഞ് മനസ്സിലാക്ക്, ബോധ്യപ്പെടുത്ത് ഈ കുഞ്ഞിനെ കളയേണ്ട കാര്യം. അങ്ങനെ അവള് ചെയ്ത എല്ലാ തെറ്റും ഞാൻ പുറത്ത് അവളോട് ഞാൻ ക്ഷമിക്കും. എത്ര വലിയ മനസ്സായിട്ടത്. അവൻ ഇഷ്ടപ്പെട്ടില്ല. നാ നമ്മൾ ഇവിടെ കിടന്നുകൊണ്ട് അവളെ ഈ വീട്ടിൽ പ്രസവിക്കില്ല, അവളെ പ്രസവിപ്പിക്കില്ല, ആ കുട്ടി വീട്ടിൽ ജനിക്കില്ല എന്നൊക്കെ പറയുന്നല്ലാതെ എന്തെങ്കിലും നടക്കോ? വെറുതെ പറഞ്ഞോണ്ടിരുന്ന അവളുടെ ഗർഭം അലസോ? ഗർഭം അലസിപ്പിക്കണം എന്ന് കരുതി അവളെ തള്ളിയിട്ട് കൊല്ലാൻ പറ്റോ? തള്ളിയിടോ ഉരുട്ടിയിടോ, നമ്മുടെ ലക്ഷ്യം എന്താണ്? അവളുടെ ഗർഭം അലസിപ്പിക്കണം. അന്ന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഞാൻ അവളുടെ സ്കാൻ റിസൾട്ട് കണ്ടതാ. അഭിയെ ക്യാരിങ് ആയ സമയത്ത് അവൾക്ക് പ്രശ്നം ഉണ്ടായിരുന്നു, അതിപ്പോഴും ഉണ്ട് അവൾക്ക്. അതാണ് അവൾ അധികം ഒന്നും പുറത്തിറങ്ങാത്തത്. നല്ല റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നു. ചെറുതായിട്ടൊന്ന് വീണാലും അതങ്ങ് അലസും. ഈ സ്റ്റെപ്പിൽ നിന്ന് വീഴുന്ന പോലെ എണ്ണയാ, അങ്ങനെ എന്തെങ്കിലും ഒഴിച്ചിട്ടാ മതി, കാര്യം നടക്കും. ആ, അങ്ങനെയാണ് ഞാൻ
ഒഴിച്ചിടാം. അവര് തെന്നി വീണോളും. ഓ, ഈ പഴഞ്ചൻ ഐഡിയ കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. രണ്ടും കുറെ പഴയ സിനിമ കണ്ടിട്ടുണ്ടല്ലേ? ആ ഇന്റർനെറ്റിൽ കയറി ഒന്ന് നോക്കിയാ പോരെ. വെറുതെ ആളെ തള്ളിയിട്ടൊന്നും കൊല്ലാൻ നോക്കണ്ട. അമ്മ ഭയങ്കര അപ്ഡേറ്റഡ് ആണല്ലോ. എക്സ്പീരിയൻസ് ഉള്ള ആളെ പോലെയല്ലേ പറയുന്നത്? അഞ്ജുനെ അറിയാത്തോണ്ടാ. അമ്മ പഴയ ടെററാ. അച്ഛന്റെ സഹോദരങ്ങളെയും ഭാര്യമാരെയും അച്ഛന്റെ അമ്മേനെ വരെ വരച്ച വരയിൽ നിർത്തിയിട്ടുള്ള ആളാ യശോദാമ്മ. അന്ന് അവര് അമ്മയെ കളിയാക്കി വിളിച്ചിരുന്ന പേരെന്താന്നറിയോ അഞ്ജുനെ? ഡ്രാക്കുള എന്നാ. അച്ഛൻ മരിച്ചപ്പോ ഒന്ന് ഒതുങ്ങിയതാ. ആ അമ്മയുടെ അടുത്താണ് ആവണി വന്ന് വെല്ലുവിളിച്ചിട്ട് പോയേക്കണത്. ഇനി അവളുടെ നാശം കണ്ടിട്ട് അമ്മ അടങ്ങും.